ഇപ്പോൾ പണ്ടത്തെ ഒരു ഈസി അല്ല ദുബായിലോട്ട് വരാനെ കൊണ്ട് അവസാനം ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. വിസിറ്റ് വിസ വന്നിട്ട് ജോലി കിട്ടാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഹബീബി, കം ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ നമ്മൾ എന്താ പറയുക ആധികാരികമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ആധികാരികതയൊക്കെ ഒന്ന് കുറച്ച് ഒഴിവാക്കി. കാര്യം വേറെ എന്താ പറയുക, ഇന്ന് കുറേ ആൾക്കാർ എന്നോട് കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അത് ലൈക്ക് കമൻറ്റ് ബോക്സിലും അല്ല പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേട്ടാ, ദുബായ് വരുന്നത് എങ്ങനെയാണ്, ദുബായ് വന്നാൽ ജോലി കിട്ടുമോ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ദുബായിയുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു. കുറേ ആൾക്കാർ ഇങ്ങനെ കയറി വരട്ടെ ജോലി കിട്ടുമോ, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. പിന്നെ നോർമൽ ദുബായിയുടെ ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ ദുബായിയുടെ ഒരു അവസ്ഥ എന്താണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു സമയത്തോട് പറയാനുള്ള സമയത്ത് തന്നെ എൻ്റെ ഒരു വീഡിയോ എടുക്ക്, നമ്മൾ മറീന വരെ പോവല്ലേ, എന്നാൽ ആ ഒരു എനിക്കൊരു കണ്ടന്റ് ഒന്ന് ഇവരോടൊന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ദുബായിൽ വരാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പണ്ട് ഞാനൊക്കെ ദുബായിൽ വിസിറ്റ് വിസയിലാണ് വന്നത്. വിസിറ്റ് വിസയിൽ വന്നിട്ടാണ് ജോലി നോക്കി ജോലിയൊക്കെ കിട്ടിയത്. പക്ഷെ ഇന്ന് ദുബായിയുടെ ആ ഒരു രീതി മാറി. അതായത് വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലി എടുക്കുന്ന ആ ഒരു രീതി മാറി. കാര്യം പണ്ട് ഞാനൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു വിസിറ്റ് വിസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിസിറ്റ് വിസ എടുക്കാം, ആ വിസയിൽ നമുക്ക് ഇവിടെ വരാം, വന്ന് ജോലി നോക്കാം, ജോലി കിട്ടി വിസിറ്റ് വിസ നമുക്ക് ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് അത് പറ്റില്ല. കാര്യം ഇന്ന് ഇപ്പം വിസിറ്റ് വിസ വരണമെങ്കിൽ തന്നെ നമ്മുടെ പണ്ട് നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ വിസിറ്റ് വിസ എടുക്കുമ്പോൾ കുറേ നൂലാമാലകളില്ലേ, അതേപോലൊക്കെ തന്നെയുള്ള കുറേ കാര്യങ്ങളായി. അതായത് നമുക്കൊരു ഇവിടെ വരുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള റീസൺ കാണിക്കണം. പിന്നെ നമുക്കതിന് എന്താ പറയുക, ഒരു സ്പോൺസർ അല്ലെങ്കിൽ സ്പോൺസർ പോലെ ആരാണ് വരുന്നത്, എന്താണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കണം. അതേപോലെ തന്നെ 3000 ദിർഹംസ്, ഏറെക്കുറെ ഒരു 3000 ദിർഹംസ് നമ്മൾ ഷോ മണി കാണിക്കണം. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നമുക്കിവിടെ വന്നാൽ നമുക്ക് നിൽക്കാനും നമുക്കുള്ള നമ്മുടെ ചിലവിനുമൊക്കെ വേണ്ടിയിട്ടൊരു 3000 ദിർഹംസ് കാണിക്കണം. പിന്നെ നമ്മൾ കൃത്യമായിട്ട് വരുന്നതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക സോഴ്സ് കാണിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാനൊക്കെ വന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് വിസിറ്റ് വിസ എടുക്കുക, കയറി വരിക, വന്നിട്ടാണ് ഞാൻ ജോലി കണ്ടെത്തിയത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ എന്നോട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോടും കമൻറ്റിൽ ചോദിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇനി ഇവിടെ വന്നെങ്കിലേ കാര്യമുള്ളൂ. ശരിക്കും ഇവിടെ വന്നാലും ജോലി കിട്ടുന്നത്. കാര്യം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പം വിസിറ്റ് വിസ വന്നിട്ട് ജോലി കിട്ടാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയാം, എടാ ഒരു കുഴപ്പമില്ല, നിങ്ങളൊരു വിസ എടുത്ത് കയറി വാ, നമുക്ക് പിന്നെ ജോലിയൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇല്ലാത്ത കാശൊക്കെ മുടക്കി നിങ്ങൾ ഇവിടോട്ട് വന്നിട്ട് അവസാനം ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ അവസ്ഥയിലോട്ട് വരരുതെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയുവാണ്. നിങ്ങൾക്ക് വരാം, ഇവിടെ വന്ന് ജോലി, അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഒരു കഴിവാണ്. ഇവിടെ വന്ന് ജോലി കിട്ടുമോ എടുക്കുമോ അതൊക്കെ എന്താ പറയുക നമ്മളൊക്കെ ഒന്നും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളൊരു 10,000-3000 ദിർഹംസ്, നാട്ടിൽ ഒരു 10,000-70,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾ ഇവിടെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കിത് സർവൈവ് ചെയ്യാനെ കൊണ്ടുള്ള മണിയാണെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വിസ കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ വന്ന് പ്രോപ്പറായിട്ട് കമ്പനികൾ നോക്കി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫഷനിൽ എത്രത്തോളം ഇവിടെ ജോലികൾ കിട്ടും എന്നുള്ള കാര്യം ആദ്യം നോക്കണം. അതിന് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. അത് ഇവിടെ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക പറ്റുന്ന പ്രൊഫൈല് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, പിന്നെ ഡുബിസിൽ. ഇതിലൊക്കെ നിങ്ങൾ പ്രൊഫൈൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. അത് ശരിക്കും എന്താ പറയുക, ഒരുപാട് ആൾക്കാർ, ലക്ഷോപലക്ഷം ആൾക്കാർ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല. നിങ്ങൾക്ക് നല്ല കോമ്പറ്റേറ്റീവായിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും. ഇവിടെ വണ്ടി ഓടിക്കുന്നവർക്കറിയാം ഇവിടെ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. പിന്നെ ഞാനൊരു പുതിയ ഡ്രൈവർ ആയതുകൊണ്ടും വളരെ ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, ഒരു എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ 10-12 കിലോമീറ്റർ തന്നെ നമ്മൾ ചുറ്റേണ്ടി വരും. ഇന്നലെ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട് സമതും കൂടെ ഞങ്ങൾ ജസ്റ്റ് റൂമിലിരുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ, അവിടോട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് എനിക്കൊരു എക്സിറ്റ് മിസ്സായിട്ട് ഞങ്ങൾ ഏറെക്കുറെ ഒരു 12 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തൊരു യൂട്ടേൺ എടുക്കാൻ വേണ്ടി യൂട്ടേൺ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സിറ്റുകൾ കറക്റ്റായിട്ട് നോക്കുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങേണ്ടി വരും. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം, അതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞാണ്. അപ്പം ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ആ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ
ലിങ്ക്ഡിന്, പിന്നെ ഇൻഡീഡ്, പിന്നെ നൗക്കരി ഗൾഫ്, അങ്ങനെയുള്ള കുറേ സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളിലൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതുപോലെ നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ഏതിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിലുള്ള കുറേ കമ്പനികൾ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക. സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഈ കമ്പനികളിലേക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ എന്താ പറയുക CV അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞ് അവരുടെ ഒരു അല്ലെങ്കിൽ ഗൈഡൻസിലൂടെ തന്നെ നിങ്ങൾ പോകണമെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടെ കയറി വന്നിട്ട് ഓക്കെ വെറുതെ ആരെങ്കിലും പറയുക അവിടെ കയറി വാടാ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കയറി വന്നിട്ട് അവസാനം നിങ്ങൾ പൈസയും പോയി നിങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് തിരിച്ച് റിട്ടേൺ കയറി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കണ്ടന്റ് ക്രിയേറ്ററാണ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രൊഫഷൻ. ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇതിൽ തന്നെ ഇഷ്ടംപോലാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് കണ്ടന്റ് എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച പിള്ളേർ കയറി വരുന്നുണ്ട്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ ദുബായിലുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പം നിങ്ങൾ ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വരാനെ കൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ദുബായിലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇവിടുത്തെ ഒരു മാർക്കറ്റിംഗ് രീതി, ഇവിടുത്തെ ഒരു ക്യാമ്പയിൻ, ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുമ്പം ഇവിടെ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആധികാരികമായിട്ട് പഠിച്ചിട്ട് തന്നെ വരണം. കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലിക്ക് ആരും നിങ്ങളെ പഠിപ്പിക്കാനോ നിങ്ങൾക്ക് ആരും ട്രെയിൻ ചെയ്യാനോ ഒന്നും ഇവിടെ സമയമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്, അല്ലെങ്കിൽ ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ അപ്ഡേറ്റ് ആവണം. അപ്പം നിങ്ങളെ ആരും ഇവിടെ പഠിപ്പിക്കാനോ ട്രെയിൻ ചെയ്യാനോ ഒന്നുമില്ല. നമ്മൾ തന്നെ പഠിച്ചു വരണം. കാര്യം നിങ്ങളിപ്പം പഠിക്കാതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കാട്ടിലും കഴിവുള്ള ആൾക്കാർ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെയാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പം നിങ്ങൾ വ്യക്തമായ സ്റ്റഡി ചെയ്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ദുബായിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ വ്യക്തമായി സ്റ്റഡി ചെയ്ത് തന്നെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലകളിലൊക്കെ ജോലിയും കാര്യങ്ങളും കിട്ടാൻ പറ്റൂ. പിന്നെ അതേപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നതാണ് എന്താ പറയുക അക്കൗണ്ടന്റ് പ്രൊഫഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളൊരു അക്കൗണ്ടിങ് സിസ്റ്റമോ അല്ലെങ്കിൽ നാട്ടിലുള്ളൊരു അക്കൗണ്ടിങ് രീതിയോ അല്ല ദുബായിൽ വരുമ്പം ദുബായിലെ ഒരു രീതി. ഇവിടെ വാറ്റാണ്. അപ്പം ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ളതാണ്. കാര്യം എനിക്ക് എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അക്കൗണ്ടിങ് മേഖലയെക്കുറിച്ച് വന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു അക്കൗണ്ടിങ് രീതി അല്ല എന്നുള്ളത് എനിക്കറിയാം. കാര്യം നമ്മുടെ കമ്പനിയിലൊക്കെ നമ്മുടെ അക്കൗണ്ടന്റുമാരോട് നമ്മൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നാട്ടിലെ ഒരു അക്കൗണ്ടിങ് രീതിയല്ല ഇവിടെ വരുമ്പം അക്കൗണ്ടിങ് രീതി. ഇവിടെ വാറ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ GST ആണ്. ടോട്ടലി എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ വരിക. പിന്നെ ഞാൻ പറയാമല്ലോ, ദുബായ് കഷ്ടപ്പെടാൻ തയ്യാറായി കഷ്ടപ്പെടാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ദുബായ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുന്നവൻ്റെ പടച്ചോൻ തന്നെയാണ് ദുബായ്. അതിന് യാതൊരു മാറ്റമില്ല. ഞാൻ എൻ്റെ ഒരു 3 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും ഈ പറയുന്ന എന്താ പറയുക ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നൊരു വ്യക്തിയാണ്. ഈ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ പറയുന്നത് വലിയ സംഭവങ്ങളൊന്നും ആയില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ പേഴ്സണലിയും പ്രൊഫഷണലിയും എനിക്ക് എന്നെ ഒരുപാട് എന്താ പറയുക ഡെവലപ്പ് ചെയ്യാനെ കൊണ്ട് സാധിച്ചത് എനിക്ക് ഇവിടെ ദുബായ് വന്നതിന് ശേഷമാണ്. ഇപ്പം എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത് എനിക്കിവിടെ ഒരു UAE ലൈസൻസ് കിട്ടി എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഒരുപാട് രാജ്യത്ത് പോയാൽ പോലും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഇവിടുത്തെ ഒരു ലൈസൻസ് കിട്ടിയത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ദുബായ് ഒരു മാജിക്കൽ സിറ്റിയാണ്. ആ മാജിക്കൽ സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക വന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് വരാം, വിസ എടുത്ത് വരാം. അതുപോലെ ഇപ്പോൾ പണ്ടത്തേനോട്ട് ഈസി അല്ല ദുബായിലോട്ട് വരാനെ കൊണ്ട്. അപ്പം നിങ്ങളതൊക്കെ വ്യക്തമായിട്ട് പഠിച്ച് സ്റ്റഡി ചെയ്ത് ധൈര്യമായിട്ട് കയറി വാടാ മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രേഖപ്പെടുത്തുക. വീഡിയോ നിർത്തുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും നമസ്കാരം. എൻ്റെ വീഡിയോ എടുത്തത് എൻ്റെ ഫ്രണ്ട് സമതാണ്. സമതിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഹബീബി മാസലാമ.